ഉണ്ടാക്കാൻ നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു ഷുഗർ പേഷ്യൻസിന് കഴിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ളത്. അതിന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് മധുരം ചേർക്കും, ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഇതേപോലെയുള്ള ഒരു ടീസ്പൂണിൽ ഒരു 2.5 ടീസ്പൂൺ പുല്ലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ഉലുവ ഉണ്ടായിരിക്കും. അത് നമുക്ക് അളവ് ഞാൻ പറഞ്ഞല്ലോ പതുക്കെ പതുക്കെ മാറ്റിയിരിക്കും. അപ്പം മധുരം ചേർക്കുന്ന സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ വരെ എടുത്താലും അത് അത്ര വിഷയമല്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം നല്ല വെള്ളമായിരിക്കണം. ഈ വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ, അതിൻ്റെ ഗുണങ്ങളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പുല്ലിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര നാളികേരം നമുക്ക് ഉള്ളതിനനുസരിച്ച് ഇപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു ബെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മധുരത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. ഇത്ര ഒരു അളവല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ റാഗിയുടെ കൂടെ തന്നെ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത നാളികേരത്തിൽ നിന്ന് കുറച്ച് നാളികേരം ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും നാളികേരത്തിൻ്റെ പാല് കിട്ടാനായിട്ട് നമ്മളിത് ഒരുമിച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ആദ്യം ജ്യൂസർ അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറിയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ തവിട് മുഴുവനും പോയി നമുക്ക് നല്ല വൈറ്റ് കളറിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുന്നവർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചിട്ടാവുമ്പോൾ നമുക്ക് തവിടെല്ലാം കൂടി ചേർന്നിട്ടാണ് കിട്ടുക. ഇത് നമുക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടാം. ഈ നാളികേരം കൂടി ഉള്ള കാരണം കൈ വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉലുവ വേവിച്ചെടുക്കാം. നമ്മൾ ഉലുവ ചേർത്തിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. നമ്മൾ ഷുഗറിനാകുമ്പോൾ നമ്മൾ ചെയ്തത് മൊത്തത്തിൽ അരച്ചെടുത്തിട്ട് അതിന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മധുരം ചേർക്കുന്ന കാരണം തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് അകത്ത് ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉലുവ നമ്മൾ പാക്കൊക്കെ തലയിൽ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ തിളപ്പിച്ച ഉലുവ പിറ്റേ ദിവസം നമ്മൾ അരച്ച് തലയിൽ പാക്കിടും. ഇത് ഉള്ളിലേക്ക് ചെല്ലണതും നല്ലതാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും അതുപോലെ തന്നെ ബ്ലഡ് നന്നായി ഉണ്ടാവാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ചില കോമ്പിനേഷനുകൾ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കോമ്പിനേഷനുകളാണ് നമുക്ക് അതിലെ എല്ലാ വൈറ്റമിൻസും കിട്ടുക. ഇപ്പോൾ നമ്മൾ ചെറുപയർ നല്ലതാണെന്ന് പറയും. നമ്മൾ ചെറുപയർ കൊണ്ട് ഒരു ഉണ്ട തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലഡൊക്കെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അത് ചെറുപയറാന്ന് പറയേ ഇല്ല. കുട്ടികൾക്കായാലും അത് നല്ല ഇഷ്ടമായി. അവരാരും ചെറുപയറിൻ്റെ ഒരു സ്മെല്ല് പോലും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ അത് കഴിച്ചു. അപ്പോൾ കാണാത്തവരുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ ഉലുവ തിളച്ച് വന്നിട്ടുണ്ട്. സോക്ക് ചെയ്യാനിട്ട കാരണം തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചെറുപയറുണ്ടല്ലോ, ചെറുപയറും നാളികേരും അതുപോലെ ശർക്കരയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ വിറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ ഉലുവ നമ്മൾ ശർക്കര ചേർക്കുന്ന കാരണമാണ് ഇതുപോലെ അരച്ച് ഇതിനകത്ത് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഉലുവ അരച്ചെടുക്കാം. ചെറിയ അളവിലായ കാരണം നമുക്ക് ഉലുവയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ ഇത്തിരി പാടുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ ഒരു ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റേലേക്ക് മിക്സ് ചെയ്താം. നമ്മൾ രണ്ടാമത് അരിച്ചെടുത്ത ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉലുവ ചേർക്കുമ്പോൾ നമ്മൾ മൊത്തം അരച്ച് ചേർത്തേക്കാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്ര നല്ല നൈസായിട്ടൊന്നുമല്ല നമുക്ക് കിട്ടുക. കാരണം ഇതേപോലെ ഉലുവയുടെ ഒരു ഇത് കെടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നമുക്കിത് എന്തായാലും കടിക്കാൻ കിട്ടും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉലുവലേഹ്യം നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഉലുവലേഹ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഉലുവലേഹ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതേപോലെയുള്ള ഒരു ഇതുണ്ടായിരിക്കും. നമ്മൾ നന്നായി ഒന്ന് കലക്കിയെടുക്കുക. അതിന് ശേഷം മാത്രം തീ ഓണാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബെല്ലം ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് അങ്ങനെ അഴുക്കുള്ള ശർക്കരയൊന്നുമല്ല, അത് കാരണം നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്നായി വരുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിത് ഒരുവിധമായി വന്നിട്ടുണ്ട്. ശർക്കരയ്ക്കൊന്ന് അലിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാകം അളവിൽ നമ്മുടെ ഈ ഒരു ശർക്കര മതി. അത്യാവശ്യം മധുരം ഉണ്ട്.
എങ്ങനെയായാലും നമ്മുടെ ഉലുവയുടെ ഒരു ചെറിയ കയ്പ്പ് നമ്മൾ അരച്ച് ചേർത്തതാണല്ലോ, അതുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളാവുമ്പോൾ ചെറിയ കയ്പ്പൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര കയ്പ്പൊന്നും പറയാനില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ മധുരം അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഉള്ളതിനനുസരിച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് നേരമൊക്കെ, ഓൾറെഡി ഉലുവ വെന്തതാണ് എങ്കിലും ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമ്മളിത് നന്നായി ഒന്ന് ആക്കിയെടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലയെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആ ഒരു മണം മാറി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നാളികേരം ഇട്ടിട്ടും അത് ഒന്ന് ആയി വന്നോട്ടെ. ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് സാധനമായാലും നമ്മൾ ഒരു 2 ദിവസമോ 3 ദിവസമോ കഴിച്ചിട്ട് അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയെങ്കിലും അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഒരു മാസമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കും, ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. I'm changing who I am. I'm making a new plan, rearranging my life, and I won't look back ever again. Yeah, you ain't see me activated.